കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ജനമേ, എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ. ഏത് കാലഘട്ടത്തിലും ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരുവനുണ്ട്. 34 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നതും ശ്രദ്ധേയമാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. സാഹചര്യങ്ങളെതിരാകുമ്പോൾ, എല്ലാവരും കൈവിടുമ്പോൾ, പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ, പ്രത്യാശയ്ക്ക് ഭംഗം വരുമ്പോൾ, ജീവൻ അപകടത്തിലാവുമ്പോഴും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. നമുക്കങ്ങനെ പറയാൻ കഴിയുമോ? നമ്മൾ സങ്കടങ്ങളും വേദനകളും ഏറി വരുമ്പോൾ നമ്മൾ പലപ്പോഴും പതറാറില്ലേ? സംശയിക്കാറില്ലേ? ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? ആ സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രമല്ലേ നമ്മൾ ദൈവത്തെ വിളിക്കാറുള്ളൂ? എല്ലാം പ്രതികൂലമായാലും യോ പറഞ്ഞ പോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എൻ്റെ നടപ്പ് അവിടുത്തെ മുമ്പാകെ ഞാൻ തെളിയിക്കുമെന്ന് വ്യക്തമായി വിളിച്ചു പറയാൻ ഒരു ദൈവവേദൽ തയ്യാറാവണം. ധൈര്യത്തോടെ പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ നടക്കണം. വിശ്വാസത്താൽ മൂവ് ചെയ്യണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുക്രിസ്തുവിനെ നോക്കണം. എന്ത് പ്രതികൂലം വന്നിട്ടും പൗലോസ്ലീഹ അടിയുറച്ചു നിന്നില്ലേ? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഉയരമോ ആഴമോ ഇപ്പോഴുള്ളതോ ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ അതോ ഞാനും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിക്കത്തില്ലെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്തെങ്കിൽ ഇന്നും നമുക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമഹത്വം ഇന്ന് രാത്രി നമ്മുടെ മേൽ വെളിപ്പെട്ടു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിക്കുന്നു. ആകയാൽ ഈ ദൈവം നമ്മുടെയും ദൈവമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. വിശ്വാസത്തിന് വേണ്ടി ശക്തിയോടെയും ബലത്തോടെയും കരുത്തോടെയും നിൽക്കുന്ന ഒരു ജനറേഷനെ ദൈവം അന്വേഷിക്കും. ദൈവം നമുക്ക് ഉച്ചാരണങ്ങളുടെ ദൈവമാണ്. ദൈവം നീക്കുപോക്കുകളുടെ ദൈവമാണ്. നമ്മുടെ ജീവനെ ഉദ്ധരിക്കുന്ന, മരണത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന, പാതാളത്തിൻ്റെ ശക്തികളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ പേരാണ് നമ്മുടെ രക്ഷയാകുന്ന ദൈവം. സ്തോത്രം. അതുകൊണ്ടല്ലേ നമ്മൾ ജീവനോടെ ആയിരിക്കുന്നത്. ധൈര്യത്തോടെ നമ്മുടെ രക്ഷ ദൈവ മറ്റൊരു വ്യക്തിക്കും നമ്മെ രക്ഷിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ കാൽവറിയിലൂടെ പിതാവായ ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നില്ലേ? നമ്മളെ രക്ഷിക്കാൻ പുത്രനെ യാഗമാക്കി തീർത്തില്ലേ? നമ്മുടെ അകൃത്യമെല്ലാം അവിടുത്തെ മേലാക്കിയില്ലേ? ഒരു പാപവും ചെയ്യാത്ത എൻ്റെ കർത്താവ് ലോകക്കോടതികൾ മതക്കോടതികളെല്ലാം വിസ്തരിച്ചിട്ട് പറഞ്ഞ് ഈ മനുഷ്യനൊരു കുറ്റവും കണ്ടെത്തുന്നില്ല. അവിടുന്നാണ് നമുക്ക് വേണ്ടി പാപമായത്, ശാപമായത്. ക്രൂശിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന തിരുവെഴുത്തിൻ പ്രകാരം യേശു ശാപമായി
അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വരേണ്ടതിന് അവിടുന്ന് അടിയേറ്റു. ഏത് രോഗത്തിനും അവിടുന്ന് സൗഖ്യദായകനാണ്. മനസ്യമാകട്ടെ ശരീരമാകട്ടെ, ഏത് പ്രതിസന്ധിക്കും സൗഖ്യം നൽകാൻ കഴിവുള്ള ആ കർത്താവിൻ്റെ അടിയുടെ പിണരുകൾ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 25-ാമത് വാക്യം. നിന്റെ ഓടാമ്പൽ ഇനിയും ഇരുമ്പും താമ്രവും ആയിരിക്കട്ടെ, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. ദൈവപുരുഷനായ മോശ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച ഓരോ ഗോത്രങ്ങളോടും പറയുന്ന പ്രസ്താവനകളാണ് നാം വായിച്ചു കേട്ടത്. ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നെന്നും തൻ്റെ ഭക്തന്മാർ ദൈവത്തിൻ്റെ തൃക്കൈയിലിരിക്കുന്നു എന്നും തുടക്കത്തിൽ പറയുന്നുണ്ട്. പ്രിയരെ, നമുക്ക് വിലയില്ലെന്നും അഡ്രസ്സില്ലെന്നും ആരും നമ്മളെ അറിയത്തില്ലെന്നും ഒക്കെ ലോകം പറഞ്ഞാലും നമ്മൾ തൃക്കൈയിൽ ഇരിക്കുന്നവരാ, അല്ലേ? ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു വെല്ലുവിളിക്കും നമ്മൾ കീഴടങ്ങില്ല. നമ്മുടെ ഉള്ളം കൈയിൽ വരച്ച ഒരുവനുണ്ടാകും. തൃക്കൈയിൽ നമ്മളെ എടുത്തൊരു ദൈവം ഉണ്ടെങ്കിൽ ആ കയ്യിൽ നമ്മെ തട്ടിത്തെറിപ്പിക്കാൻ ആർക്ക് കഴിയുമെന്നൂടെ ശാന്തമായി ചിന്തിക്കാൻ തയ്യാറാവണം. ഓരോ ഗോത്രങ്ങളെ അനുഗ്രഹിച്ചു വരുമ്പോൾ ആശേർ ഗോത്രത്തെ പറ്റി പറഞ്ഞതാണ് നാം കേട്ടത്. നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവുമായിരിക്കട്ടെ, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. പ്രിയരെ, ഇന്നു പകൽ അവിടുത്തെ വചനത്തിന് പറയാനുള്ളത് നമ്മുടെ മേൽ വെളിപ്പെടുന്ന ദൈവമഹത്വം, അതിനെ തടയാൻ ലോകത്തിലൊരു ശക്തിക്കും സാധ്യമല്ല. നിന്റെ ഓടാമ്പലുകൾ ഇരുമ്പും താമ്രവുമായിരിക്കണം. അതിൻ്റെ അർത്ഥം അകത്തേക്ക് ഒരു ശക്തിക്കും കയറി വരാൻ പറ്റില്ല. 147-ാം സങ്കീർത്തനത്തിൽ ഭക്തൻ പാടിയത് ഇങ്ങനെയാണ്: അവൻ നിന്റെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഓടാമ്പലുകൾ ഇരുമ്പും താമ്രവുമാണെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കും അന്ധകാരങ്ങൾക്കും നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. യിരെമ്യാപ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ ഇരുമ്പ് തൂണും താമ്രഭിത്തിയുമായിരിക്കുന്ന യിരെമ്യാവിനോട് ആക്കിയിരിക്കുന്നു. ഇരുമ്പ് തൂണും താമ്രഭിത്തിയുമാക്കിയെങ്കിൽ ആർക്കാ തകർക്കാൻ പറ്റുന്നത്? തകർക്കാൻ വരുന്ന ശക്തികൾ തകരും. ഇവിടെ പറയുന്നു, ഞാൻ നിൻ്റെ ഓടാമ്പലുകളെ. പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോട് പറ. ഒരവകാശവാദത്തിനും പ്രതിസന്ധിക്കും വെല്ലുവിളിച്ച് വാദിക്കുന്ന ആഭിചാരങ്ങൾക്കോ മന്ത്രവാദങ്ങൾക്കോ അന്യായ ശക്തികൾക്കോ ഞങ്ങളെ തൊടാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ഓടാമ്പലുകൾ സ്ട്രോങ് ആണ്. പ്രാർത്ഥനയിൽ ചിലർ ശക്തരാകട്ടെ, അഭിഷേകത്താൽ ശക്തരാകട്ടെ, ആത്മാവിൽ ശക്തരാകട്ടെ, വചനത്തിൻ്റെ ശക്തി അകത്ത് കയറട്ടെ. ഒരു ദുഷ്ടശക്തിക്കും ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഉറപ്പിച്ചോണം. അടുത്ത ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. നിൻ്റെ ബലം ജീവപര്യന്തമായിരിക്കട്ടെ. ഒരു ദിവസം ബലമേറ്റെടുത്ത് അടുത്ത ദിവസം ബലം നഷ്ടപ്പെടാനല്ല ദൈവം വിളിച്ചത്. ജീവപര്യന്തം നിലനിൽക്കുന്ന ഒരു ആത്മിക കരുത്ത്, ആത്മിക ബലം,
ആ അധികാരത്തിൻ്റെ ശക്തി യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകുന്നു. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് വിളിച്ചു പറയാനുള്ളത്, ഒരമിത ബലം, അത്യന്ത ശക്തി, അളവറ്റ വലുപ്പം നമ്മുടെ അകത്ത് ജീവപര്യന്തം നിലനിൽക്കണം. ഏത് പ്രതിസന്ധിയിലൂടെ പോയാലും, വെല്ലുവിളികളെ ഫേസ് ചെയ്യേണ്ടി വന്നാലും, എൻ്റെ അകത്തൊരു ബലമുണ്ട്, അതെല്ലാ കാലത്തും ഉണ്ടാവും. വിളിച്ചു പറയാമോ? ഒരു ശക്തിക്ക് അകത്ത് വരാൻ പറ്റില്ല. ഇരുമ്പും താമ്രമാണ് നമ്മുടെ ഓടാമ്പൽ, അടിച്ചപ്പോവില്ല. മനസ്സിലായോ? അടുത്തത്, നമുക്ക് ദൈവം നൽകിയ ആത്മിക ബലം. അത് ചോർന്നു പോകുന്നതല്ല, ശോഷിച്ചു പോകുന്നതല്ല. ഇതൊരു മഹാശക്തിയാണെന്നാണ് അപ്പോസ്തലപ്രവൃത്തി എഴുതിയിരിക്കുന്നത്. അവർക്ക് മഹാശക്തി ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ മഹാശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ വ്യാപരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. രോഗബന്ധനത്തിന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. കൂട്ടുകാരോ കുടുംബക്കാരോ ആര് നിന്ന് വെല്ലുവിളിച്ചാലും നിങ്ങളെ ജയിക്കില്ല. അവർ നിന്നോട് യുദ്ധം ചെയ്യും. നീ ഇരുമ്പ് തൂണാണ്, താമ്രഭിത്തിയാണ്. ഇരുമ്പ് ഓടാമ്പൽ കൊണ്ടാണ് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അകത്ത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് വരുമ്പോൾ ഒരു ശക്തിക്കും അതിനെ തടയാൻ പറ്റാതെ വണ്ണം ദൈവം ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കുക. തൻ്റെ ജനത്തിൻ്റെ ചുറ്റും ദൈവിക സുരക്ഷിതത്വം, അതാണത് കാണിക്കുന്നത്. ജീവപര്യന്തം ബലമേറ്റെടുക്കോ. വിളിച്ചു പറ, പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ബലത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ജീവപര്യന്തം നിലനിൽക്കുന്ന ബലം, ശക്തിപ്പെടുന്ന ബലം, ധൈര്യപ്പെടുത്തുന്ന ഒരാത്മിക അധികാരം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഇരുമ്പ് താമ്രം കൊണ്ട് ഞങ്ങളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് ആർക്കും വെല്ലുവിളിച്ചകത്ത് കയറി വരാതെ വണ്ണം സുരക്ഷിതത്വം ഒരുക്കി ഞങ്ങളെ അകത്ത് അനുഗ്രഹിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ വ്യാപരിക്കട്ടെ. രോഗികൾ സൗഖ്യമാകുന്നു, അടിപ്പിൻ്റെ ശക്തി വ്യാപരിക്കുന്നു, അടഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ തുറക്കുന്നു, നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ മാറുന്നു. ചില രേഖകളെ പരിശുദ്ധാത്മാവ് നമുക്ക് അനുകൂലമായി മാറ്റുന്നു. നാളുകൾ തടയപ്പെട്ടതിനെ പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഈ ബലത്തോടെ അവിടെ നിങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. സകലമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വത്സല്യ സഹോദരങ്ങളെ ധൈര്യത്തോടെ പ്രഖ്യാപിക്കൂ. നമ്മുടെ മേലുള്ള വാഗ്ദത്തം ശ്രേഷ്ഠമാണ്. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. ഒരു അമിത ബലത്താൽ അവിടെ നമ്മളെ നയിക്കുന്നുണ്ട്. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.